വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റൗ പോലും കത്തിക്കാണ്ട് നമ്മുടെ മൺചട്ടികൾ എങ്ങനെ നോൺ സ്റ്റിക്ക് പോലെ സീസണിങ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പേ മൺചട്ടിയുടെ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിനൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തിരുന്നത്. അപ്പം അതിൽ നിങ്ങൾ ചോദിച്ച ഡൗട്ടിനും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് മൺചട്ടി സ്റ്റൗ ഒന്നും കത്തിക്കാണ്ട് വളരെ സിമ്പിളായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ കണക്ക് സീസണിങ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ രീതിയിൽ സീസണിങ് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രത്തിൽ നമ്മൾ വെള്ളം എടുക്കണം. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ചട്ടി മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള പാത്രം വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. അപ്പം ഞാൻ മൺചട്ടി വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ട് അതൊന്നും തന്നെ ഞാനിതിൽ പറയുന്നില്ല. അതിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ മൺചട്ടി നല്ലതുപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പകലും 2 രാത്രിയും ഈ ഒരു വെള്ളത്തിൽ മൺചട്ടി മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളത്തിലേക്ക് നമ്മൾ മൺചട്ടി മുക്കി വെക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും എയർ ബബിൾസുകളൊക്കെ മൺചട്ടിയുടെ ഉള്ളിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ വരുന്നത്. അപ്പം ഈ ഒരു വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ മൺചട്ടി നല്ല പോലെ സീസണിങ് ചെയ്യാനായിട്ട് പാകമായിട്ട് നമുക്ക് കിട്ടും 2 ദിവസം കഴിയുമ്പോഴേക്ക്. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് എടുക്കുന്ന ചട്ടിയാണ്. നല്ലതുപോലെ വെള്ളമൊക്കെ കുടിച്ച് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കണം. മൺചട്ടി കഴുകിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൺചട്ടി കെയർ ചെയ്യുന്ന കാര്യങ്ങളും വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ട്രഡീഷണൽ രീതിയിലും ഇൻസ്റ്റൻ്റായിട്ടും ഒക്കെ നമുക്ക് എങ്ങനെ സീസണിങ് ചെയ്തെടുക്കാമെന്നൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത 2 വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം കൂടുതലായിട്ട് ഇതിൽ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ മൺചട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നമുക്ക് ഇതുപോലൊരു കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. മൺചട്ടിയുടെ ഉൾഭാഗവും പുറഭാഗവും നല്ലതുപോലെ തുടച്ച് നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തടവിയെടുക്കണം. അത്യാവശ്യം കുറച്ച് കൂടുതൽ നല്ലെണ്ണ തന്നെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരും. നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വെളിച്ചെണ്ണയായാലും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. മൺചട്ടിയുടെ അരികു ഭാഗങ്ങളും അതുപോലെ തന്നെ മൺചട്ടിയുടെ പുറഭാഗത്തും ഒക്കെ ഈ ഒരു എണ്ണ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. കാരണം നമ്മളിത് സ്റ്റൗവിൽ വെക്കുകയോ അടുപ്പിൽ വെക്കുകയോ ഒന്നും തന്നെ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേണം എണ്ണ തേച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ എണ്ണ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഒരു 4-5 മണിക്കൂർ നേരം ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ തേച്ച എണ്ണയൊക്കെ മൺചട്ടി വലിച്ചെടുത്തിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഈ ഒരു പ്രോസസ്സ് നമുക്ക് 2 പ്രാവശ്യം ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ചെയ്ത് വെയിലത്ത് വെച്ച് എണ്ണയൊക്കെ വലിഞ്ഞതിന് ശേഷം ഒന്നുകൂടി നമുക്ക് എണ്ണ തടവി വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം എന്തായാലും നമ്മൾ 2 പ്രാവശ്യം അങ്ങനെ ചെയ്ത് എടുത്തിട്ടുള്ള മൺചട്ടിയാണിത്. നല്ല നോൺ സ്റ്റിക്ക് പോലെ നമ്മൾ സീസണിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം വളരെ സിമ്പിളായിട്ട് അടുപ്പിലൊന്നും വെക്കാണ്ട് നമ്മുടെ മൺചട്ടികൾ എങ്ങനെ സീസണിങ് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാനിതിൽ പപ്പടവും അതുപോലെ നമുക്ക് എന്തും വേണമെങ്കിൽ ഇതിനകത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തോരനോ അവിയലോ അതുപോലെ തന്നെ അപ്പം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. സ്നാക്സ് ഐറ്റംസുകളൊക്കെ വറുത്ത് കോരിയൊക്കെ എടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് കുറച്ച് പപ്പടം പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് മൺചട്ടികൾ അടുപ്പൊന്നും കത്തിക്കാണ്ട് സീസണിങ് ചെയ്തെടുക്കുന്ന ഈ ഒരു രീതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.
ഇനി നമുക്ക് നേരത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, മൺപാത്രങ്ങൾ സീസണിങ് ചെയ്തെടുത്താലും ചില സമയത്തൊക്കെ ഈ പാത്രത്തിനുള്ളിലൊരു മണ്ണിൻ്റെ ചെവ വരാറുണ്ട് നമ്മൾ ആദ്യമൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിലെന്ന്. എനിക്കങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാവാം സീസണിങ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മണ്ണിൻ്റെ ചെവ ആദ്യത്തെ 1-2 പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോൾ വരുന്നത്. അത് ഒഴിവാക്കാനായിട്ട് പറ്റിയൊരു കിടിലൻ ടിപ്പാണ് ഇനി നമ്മൾ പറയുന്നത്. ഈ ഒരു രീതി നമ്മൾ പണ്ട് മുതലേ മൺപാത്രങ്ങൾ സീസണിങ് ചെയ്തെടുത്തതിന് ശേഷം മണ്ണിൻ്റെ ചെവ മാറാനായിട്ട് ചെയ്തു വരുന്നതാണ്. അതിനായിട്ട് നമ്മൾ സീസണിങ് ചെയ്തെടുത്ത മൺപാത്രങ്ങൾ അടുപ്പിന് മുകളിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഒരു പിടി കറുവേപ്പില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ടതില്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് കറുവേപ്പില ഇട്ടിട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ മൺപാത്രങ്ങൾക്കുള്ളിൽ മണ്ണിൻ്റെ ചെവ ഉണ്ടാവുകയില്ല. മാത്രമല്ല ഒട്ടും തന്നെ അടിക്ക് പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഏത് രീതിയിൽ നിങ്ങൾ സീസണിങ് ചെയ്തെടുത്തതിന് ശേഷവും ഇതുപോലെ കുറച്ച് കറുവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിൽ കുക്ക് ചെയ്ത ടൈമിൽ ഒട്ടും തന്നെ മണ്ണിൻ്റെ ചെവ വരികയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മൺപാത്രങ്ങളെക്കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുമെങ്കിൽ അതും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതും ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.